യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രാപ്രേമികൾ എക്കാലവും ചിറകിലേറ്റി നടക്കുന്ന സ്വപ്നങ്ങളിൽ ഒന്നായി മാറിയ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ 2ാം ദിവസത്തെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് പാർട്ടിലെ വീഡിയോ കാണാത്തവർക്കുമായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങുകയാണ്. അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം കീഴടക്കാനായി ഇനി പിന്നിടേണ്ടത് വെറും 6 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ഫോറസ്റ്റ് ഗാർഡുമാരുടെ രാവിലെയുള്ള റൂട്ട് ചെക്കിങ്ങിന് ശേഷം 7 മണി മുതലാണ് ട്രക്കിങ്ങിനുള്ള ആളുകളെ മുകളിലേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ പരിചയപ്പെട്ട എല്ലാവരും തന്നെ വളരെയധികം ആവേശത്തോടു കൂടിയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പോകുന്നത്. ആ ആവേശവും സന്തോഷവും അവരുടെയെല്ലാം മുഖങ്ങളിൽ ഇപ്പോൾ പ്രകടമാണ്. പോകുന്ന വഴിയിൽ ശിവരാത്രിയിൽ പൂജകൾ നടത്തുന്ന ഒരു ചെറിയൊരു സ്ഥലവും അതിനോട് ചേർന്ന് ഒരു പ്രതിഷ്ഠയും കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായി അഗസ്ത്യാർകൂടത്തേക്ക് വരുന്ന എല്ലാവരും തന്നെ ഒരു നിമിഷം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇന്നലെ കടന്നുവന്ന വഴികളിൽ നിന്ന് കുറച്ചുകൂടി ദുഷ്കരമായ പാതയിലൂടെയാണ് ഇന്ന് മുകളിലേക്ക് കയറേണ്ടത്. അതിൽ തന്നെ 3 റോപ്പും ഉള്ളതിനാൽ ഇന്നത്തെ ട്രക്കിംഗ് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിരാവിലെ തന്നെ കാട്ടിലേക്ക് കടന്നതിനാൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവർ സഞ്ചരിച്ച വഴികളിലെ കാൽപ്പാടുകൾ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഉദിച്ചു വരുന്ന സൂര്യനോടൊപ്പം തണുപ്പ് വിട്ടുമാറാത്ത അന്തരീക്ഷവുമായി മല കയറുമ്പോൾ ക്ഷീണമേതുമില്ലാതെ മുന്നോട്ട് നടക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏക ആശ്വാസമായി തോന്നുന്നത്. അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്കുള്ള യാത്രയിൽ 2 വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. ആദ്യത്തേത് നാടുകാണിപ്പാറയും രണ്ടാമത്തേത് പൊങ്കാലപ്പാറയുമാണ്. അതിലെ ആദ്യ വ്യൂ പോയിന്റായ നാടുകാണിപ്പാറയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കീഴടക്കാനുള്ള അഗസ്ത്യമലയെ തൊട്ടടുത്തായി കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടടുത്തായി എന്ന് തോന്നിയാലും
അവിടേക്ക് എത്തിച്ചേരാൻ ഇനിയും ധാരാളം സമയം വേണ്ടിവരും എന്നതാണ് യാഥാർത്ഥ്യം. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചിരിക്കുമ്പോഴാണ് തെളിഞ്ഞ അന്തരീക്ഷം പെട്ടെന്ന് മാറി മലകളെ തൊട്ടുരുമി കടന്നുപോകുന്ന കോടമഞ്ഞിനെ കാണാൻ കഴിഞ്ഞത്. മലകളെ കുളിരണിയിച്ച് കടന്നുപോകുന്ന വെൺമേഘങ്ങൾ ദൂരക്കാഴ്ചകളുടെ സൗന്ദര്യം കൂട്ടുന്നുണ്ടെന്ന് പറയാം. അതിരുമലയിൽ നിന്ന് ആദ്യമേ പുറപ്പെട്ട പലരും ഈ മനോഹര കാഴ്ചയ്ക്ക് മുൻപിൽ വിശ്രമിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയിരിക്കുന്ന സമയത്താണ് പുതിയൊരു ടീമിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. 37 വർഷമായി അഗസ്ത്യാർകൂടം കയറുന്ന ഒരു ചേട്ടനും അവരുടെ ടീമിലുണ്ട്. പഴയ വിശേഷങ്ങളും ട്രക്കിംഗ് അനുഭവങ്ങളും അവർ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അവർ ഞങ്ങളോട് പറഞ്ഞ രസകരമായ കഥകളും അനുഭവങ്ങളും ഒന്ന് കേട്ടു നോക്കാം. എന്നോടൊപ്പം കഴിഞ്ഞ 30 വർഷം കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത് നിൽക്കുന്ന ചന്ദ്രസേനൻ. അതോടൊപ്പം നമ്മുടെ ടീം എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലെ ഒരു 5-6 അഭിഭാഷകർ, അതുപോലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ, അതുപോലെ വിവിധ തുറകളിലുള്ള ആൾക്കാർ, വിവിധ മതക്കാർ അങ്ങനെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ആ വർഷത്തിന് മുമ്പ് സുകേഷിനെ ആന ഓടിച്ചു. പഴയ ആൾക്കാർ പറയും ആനത്താരയെന്ന് പറയും. ആനത്താരയാണ് നമ്മൾ വഴിയായിട്ട് ഉപയോഗിക്കുന്നത്. മൃഗങ്ങൾ സഞ്ചരിക്കുന്നത് ചൂഷണം ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതിൽ ഒരു ഒറ്റയെ അവരെ ഓടിച്ചു. അവരെല്ലാം പാത്രങ്ങളെല്ലാം കളഞ്ഞ് തൊട്ടടുത്തുള്ള പാറപ്പൊട്ടി അവർ ഓടിച്ചിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ നേരം എവരും ആനയും തമ്മിൽ അവസ്ഥയിൽ കാറ്റ് ഏകദേശയിലായതുകൊണ്ട് മാത്രമാണ് എവരുടെ മുന്നിൽ നിന്ന് ആനകൾ കാണുന്നത്. അപ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞിട്ടാണ് അഗസ്ത്യർകൂടത്തിൽ വന്നത്. കഥ പറച്ചിലും കൊച്ചു വർത്തമാനവും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരിക്കുന്നു. പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചെറിയൊരു തടാകമായി രൂപപ്പെട്ടത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രക്കിങ്ങിന് പോകുന്ന പലരും രാവിലെ തന്നെ ഈ വെള്ളത്തിൽ കുളിച്ച് അവരുടെ ഉന്മേഷകരമായ യാത്ര ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. അഗസ്ത്യാർകൂടത്തിലേക്ക് ഇനിയുള്ള യാത്രയിൽ കുടിവെള്ളം കിട്ടുന്ന ഏക സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പൊങ്കാലപ്പാറ എന്നത്. അഗസ്ത്യാർകൂടത്തേക്ക് ദർശനത്തിനായി വരുന്ന ഭക്തർ ഇവിടുത്തെ തടാകത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അടുപ്പുകൂട്ടി പൊങ്കാലപ്പായസം ഉണ്ടാക്കി മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാല കൂട്ടിയ സ്ഥലത്തെ പിന്നീട് പൊങ്കാലപ്പാറ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത്. പൊങ്കാലപ്പാറയിൽ നിന്ന് ആവശ്യമുള്ള വെള്ളവും കയ്യിൽ കരുതി യാത്ര തുടരുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കേരളത്തോടൊപ്പം തമിഴ്നാടിനെയും കാഴ്ചകളെ കൂടി പകർത്താൻ കഴിയുന്നതാണ്. ഒരു വശത്ത് കേരളവും മറുവശത്ത് തമിഴ്നാടുമായും കാഴ്ചകളുടെ വിരുന്നൊരുക്കൽ കൂടിയാണ് മുന്നോട്ടുള്ള ഇനിയുള്ള ദൂരം സമ്മാനിക്കുന്നത്. ഗൈഡുമാർ പറയുന്നതനുസരിച്ച് കരടിയെയും കാട്ടിയെയും കൂടുതലായും കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. ഔഷധങ്ങളുടെ നിലവറ കൂടിയായ അഗസ്ത്യമലയിൽ
പണ്ടുകാലങ്ങളിൽ മരുന്നുകൾ പാകപ്പെടുത്താനും പച്ചിലകൾ അരയ്ക്കാനും ഉപയോഗിച്ചിരുന്ന പഴയ രീതി ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ പഴയ നൂറ്റാണ്ടിലെ കഥകളിലേക്കും കൗതുകങ്ങളിലേക്കും ചിന്തിപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇവയൊക്കെ കാണുമ്പോൾ. ചുറ്റുപാടുകളിലെ സൗന്ദര്യം നുകർന്ന് ആവേശത്തോടുകൂടി നടന്നു നീങ്ങിയ വഴികൾ പതിയെ പതിയെ ചെറുതായി കുത്തനെയുള്ള കയറ്റത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇരുണ്ടുമൂടിയ കാടും വകഞ്ഞുമാറ്റുന്ന മരച്ചില്ലകളുമായി മുന്നോട്ടേക്കുള്ള വഴി ഏറെ ദുഷ്കരമാവുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു വിധത്തിലാണ് കയ്യിലുള്ള വടിയുടെ സഹായത്താൽ ഇടുങ്ങിയ ആ ഭാഗം കവർ ചെയ്ത് മുന്നോട്ട് നടന്നത്. അതിനുശേഷം കണ്ട കാഴ്ച മാനസികമായി തളർത്തുന്ന ഒന്നു തന്നെയായിരുന്നു. ചെങ്കുത്തായ പാറക്കല്ലുകളിലൂടെ റോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇനി മുകളിലേക്ക് കയറാൻ സാധിക്കുന്നത്. ആദ്യത്തെ റോപ്പ് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെങ്കിലും രണ്ടാമത്തേതും മൂന്നാമത്തേതും നെഞ്ചിടിപ്പ് കൂട്ടി എന്ന് പറയാം. ഇങ്ങനെയും റോപ്പുകൾ കീഴടക്കി മുകളിലെത്തിയപ്പോൾ ആദ്യം വരവേറ്റത് കാതടപ്പിക്കുന്ന കാറ്റും അതിനോട് കൂട്ടുകൂടി കടന്നുവരുന്ന കോടമഞ്ഞുമാണ്. ചില സമയങ്ങളിൽ വിദൂര കാഴ്ചയെ കോടമഞ്ഞ് തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും പിന്നീട് കാണുന്ന കാഴ്ച സ്വപ്നതുല്യമായ വിരുന്നു തന്നെയായിരുന്നു ഒരുക്കിയത്.
2 ദിവസത്തെ കഷ്ടപ്പാട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാവരും ഒരേപോലെ സന്തോഷം പങ്കിടുന്നതാണ് കാണാൻ കഴിയുന്നത്. ചിലരാവട്ടെ യോഗയും മെഡിറ്റേഷനുമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മറ്റു ചിലർ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ചിത്രങ്ങൾ പകർത്താനുള്ള തിരക്കിലുമാണ്. നാല് മണിക്കൂർ നേരം നടന്നു നീങ്ങിയ ക്ഷീണം വീശിയടിക്കുന്ന കാറ്റ് കവർന്നെടുക്കുമ്പോൾ കോടമഞ്ഞു പുതച്ച തണുപ്പ് മാത്രമാണ് ഇവിടെ ബാക്കിയാവുന്നത്. പ്രകൃതിയോടലിഞ്ഞ് മനസ്സും ശരീരവും ഇണങ്ങിച്ചേർന്നിരിക്കുമ്പോഴാണ് തൊട്ടടുത്തായി അഗസ്ത്യമുനിയുടെ ഒരു പ്രതിഷ്ഠ കാണാൻ ഇടയാവുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് പൂജകൾ നടത്താറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വരുന്ന ആർക്കും തന്നെ പൂജാ സാധനങ്ങൾ കൊണ്ടുവരാനോ പൂജകൾ നടത്താനോ നിലവിൽ സാധ്യമല്ല എന്നതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ട്രക്കിങ്ങിനെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ചതിന് അഗസ്ത്യമുനിയോട് നന്ദി പറഞ്ഞാണ് എല്ലാവരും ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. സൂപ്പർ സൂപ്പർ, അടിപൊളി. ലൈഫിൽ 1 ടൈം വന്നിരിക്കണം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി വീഡിയോസ് ആയിരുന്നു, അടിപൊളി വ്യൂസ് ആയിരുന്നു. നല്ല വീഡിയോസ് എടുത്ത് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. വാക്കുകൾക്കും വർണ്ണനകൾക്കും വിഷ്വലുകൾക്കും പകർത്താൻ കഴിയാത്ത മറ്റൊരു ലോകമായിട്ടാണ് അഗസ്ത്യാർകൂടം അനുഭവപ്പെടുന്നത്. ചില യാത്രകൾ നമ്മളെ ലൊക്കേഷൻ എത്തിച്ചു കഴിയുമ്പോഴാണ് സന്തോഷിപ്പിക്കുന്നെങ്കിൽ, അഗസ്ത്യാർകൂടം തിരിച്ചിറങ്ങി കഴിയുമ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത 3 ദിവസങ്ങളും അതിലെ സൗഹൃദങ്ങളും കളിച്ചിരികളും സുന്ദര നിമിഷങ്ങളുമായി കാഴ്ചയുടെയും അറിവിൻ്റെയും മായാലോകം തുറന്നിടുകയാണ് അഗസ്ത്യാർകൂടം. ചിലർക്ക് അത് ഭക്തിയുടെ സാക്ഷാത്കാരമാണെങ്കിൽ, യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനം കൂടിയാണ് പകർന്നു നൽകുന്നത്. അടുത്ത വർഷവും അഗസ്ത്യമലയെ തൊട്ടറിയണം എന്ന ആഗ്രഹവുമായി ഞാനും തിരിച്ചിറങ്ങുകയാണ്. സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു പിടി മുഖങ്ങളുടെ ഓർമ്മകളുമായി നടക്കുമ്പോൾ മനസ്സിൽ മായാതെ കിടക്കുന്ന 2 വരികൾ ഓർത്തുപോവുകയാണ് ഇപ്പോൾ. എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാം സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്.
യാത്രകൾ ഇവിടെ അവസാനിക്കുകയല്ല, ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അഗസ്ത്യാർകൂടത്തെ യാത്രകൾ മാത്രമാണ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം.